നല്ല ഫ്രഷ് സാധനം. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ പനങ്കൽക്കണ്ട് ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് ഇതുപോലത്തെ ഒരു കാഴ്ച കാണുന്നത്. ആ ഒരു ബോക്സിനകത്തേക്കാണ് നമ്മൾ ഈ ഒരു നൂലിന്റെ ഫ്രെയിം ഇറക്കി വെക്കുന്നത്. അപ്പൊ ഇതിനകത്താണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. അപ്പൊ പനങ്കൽക്കണ്ടിന്റെ കാഴ്ച കാണാൻ വേണ്ടി ഗ്രീൻ മാംഗോ കസിൻസ് എത്തിയത് സായൽഗുഡിയിലാണ്, തൂത്തുക്കുടിക്ക് അടുത്തുള്ള സായൽഗുഡിയിൽ. അപ്പോൾ വലിയൊരു തോട്ടത്തിനകത്താണ് നമ്മൾ നിൽക്കുന്നത്. എൻ്റെ കൂടെ ഒരു ചേട്ടനുണ്ട്. ചേട്ടനാണ് ഇതിന് മുകളിൽ കയറി എല്ലാ പ്രോസസ്സും, അതിൻ്റെ പനങ്കൽക്കണ്ടിന്റെ ഫസ്റ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 15 വയസ്സ് തൊട്ട് പന കയറുന്ന ഒരു ചേട്ടനാണ്. മൊത്തത്തിൽ ഒരു 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ്. ആദ്യം കയറിയിട്ട് ഇത് ചെത്തി വിട്ട് അടിച്ചു വെക്കും. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കള്ളെടുക്കുന്ന പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ ഇത് അടിച്ചു വെച്ചതിന് ശേഷം ഒരു കാര്യം ചെയ്യും, ചട്ടിയിൽ ചുണ്ണാമ്പ് തേച്ച് വെക്കും. ചുണ്ണാമ്പ് തേച്ച് വെക്കുക എന്തിനാന്ന് വെച്ചാൽ ഫെർമെൻറ്റേഷൻ നടക്കാതിരിക്കാൻ. അപ്പോൾ നടക്കാതിരിക്കുമ്പോൾ അത് പതനയായിരിക്കും. ചുണ്ണാമ്പ് തേച്ചില്ലെങ്കിൽ അത് കള്ളായി മാറും. കയറി നല്ല ഫ്രഷ് പതിനി ഇറക്കണ കാഴ്ച നമുക്കൊന്ന് കാണാം. പതിനിൻ്റെ ഫിൽട്രേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒഴിച്ചപ്പോൾ തന്നെ ഇതിൽ ചുണ്ണാമ്പിൻ്റെ എസൻസ് ഒക്കെ ഇവിടെ കിടക്കുന്നത് കാണാം, ചെറിയ ചെറിയ തരികൾ. അപ്പോൾ ഇതെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് ഈ അരിച്ചൊഴിക്കുന്നത്. പതിനിയുടെ ഒരു ദിവസത്തിന്റെ ഫിൽട്രേഷൻ പ്രോസസ്സിന് ശേഷം നേരെ കൊണ്ട് ഒഴിക്കുന്നത് ഈ ചട്ടിയിലാണ്. ചട്ടിയിൽ ഇപ്പോൾ തീ വെച്ചിട്ടുണ്ട്, തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നല്ല ചൂട് വരുന്നുണ്ട്, മാത്രമല്ല നല്ല മണമുണ്ട്. 110 ഡിഗ്രി ചൂടാവുന്ന വരെ നമ്മളത് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം. ഒരു തെർമോമീറ്റർ വെച്ച് അതിന്റെ അളവൊക്കെ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൃത്യം അളവിൽ ചെയ്താൽ മാത്രമേ നല്ല ഗംഭീരമായിട്ടുള്ള പനങ്കൽക്കണ്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ. പനങ്കൽക്കണ്ട് ഉണ്ടാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ടോ ഈ കാണുന്ന നൂല്. ഇതൊരു ഫ്രെയിമിൽ നമ്മൾ നൂലിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കെട്ടി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തിളപ്പിച്ചെടുത്തിട്ടുള്ള ഒരു പതിനെ വലിയൊരു ബോക്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബോക്സിനകത്തേക്കാണ് നമ്മൾ ഈ ഒരു നൂലിന്റെ ഫ്രെയിം ഇറക്കി വെക്കുന്നത്. അപ്പോൾ ഇതിനകത്താണ് നമുക്ക് കാണാൻ പോകുന്ന അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. എന്നിട്ട് അതിനുശേഷം നമ്മൾ ആ ബോക്സിന്റെ പുറത്ത് ഡേറ്റ് എഴുതും. എന്നിട്ട് 48 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് തുറക്കുന്നത്. മാത്രമല്ല ഇവിടെ ഓരോ ദിവസങ്ങളിലായിട്ട് ഇവിടെ ഒഴിച്ചു വെച്ചിട്ടുള്ള ഒരുപാട് ബോക്സുകളുണ്ട്. അപ്പോൾ ഇത് ഏകദേശം 48 ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇത് തുറക്കാൻ പോകുന്നത്. ഈ ഒരു ബോക്സ് തുറന്നിട്ട് നമ്മളിത് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരുപാട് വേസ്റ്റേജുകളാണ് ഇപ്പോൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേസ്റ്റേജ് എല്ലാം മാറുന്ന സമയത്ത് ആ ഒരു നൂലിന്റെ ഫ്രെയിമിൽ നല്ല രീതിയിൽ പിടിച്ചിട്ടുള്ള ക്രിസ്റ്റലിന്റെ പനങ്കൽക്കണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ 48 ദിവസം അടച്ചു വെച്ചിട്ടുള്ള ആ ബോക്സ് തുറക്കുമ്പോൾ നമ്മുടെ പനങ്കൽക്കണ്ട് പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. നല്ല സ്ട്രോങ്ങിൽ വന്നിട്ടുണ്ട്. നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ആ നൂലിലാണ് ഈ ഒരു പനങ്കൽക്കണ്ട് ഒട്ടിപ്പിടിച്ചിട്ടുള്ളത്. നല്ല ക്രിസ്റ്റൽ പോലുള്ള പനങ്കൽക്കണ്ട് കേട്ടോ. അത് നല്ല ഫ്രഷ് സാധനം. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ പനങ്കൽക്കണ്ട് ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് ഇതുപോലത്തെ ഒരു കാഴ്ച കാണുന്നത്. അത് ലൈവായിട്ട് തന്നെ എടുത്ത് കഴിക്കാൻ പോകും. നമ്മൾ ഡയമണ്ട് ഷേപ്പിൽ പോലെയുള്ള നല്ല അടിപൊളി ക്രിസ്റ്റലായിട്ടുള്ള പനങ്കൽക്കണ്ടാണ്. നമുക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടാവും, കറകറാന്നുള്ള സൗണ്ട്. അപ്പോൾ ഇത് പനങ്കൽക്കണ്ടൊക്കെ ഇവിടെ സെറ്റാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആദ്യം ഇതിനകത്തുള്ള ആ നൂലിനെയൊക്കെ പൊട്ടിച്ച് എടുക്കുന്നതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ക്ലീനിങ് ഒക്കെ ചെയ്യാൻ പോകുന്നത്. இது வந்து நம்ம தண்ணியில் கழுவ போகிறோம். அப்படியே நல்லா வாஷ் பண்ணி அப்படியே வெயிலில் காய வச்சிடும். வெயிலில் காய வச்சுட்டு இந்த நூலை இப்படி க்ளீன் பண்ணி எடுத்துரும். இப்படி எடுத்து பேக் பண்ணிடும். കുലുക്കുമ്പോൾ സൗണ്ട് ഒക്കെ കണ്ടില്ലേ? നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലുള്ള കൽക്കണ്ടൊന്നുമല്ല, നല്ല ഫ്രഷ് ആയിട്ട് ഇപ്പം തന്നെ പനയിൽ നിന്ന് എടുത്തിട്ടുള്ള അടിപൊളി കൽക്കണ്ടാണ്.